Praise God, we are really excited to share the word of the Lord as the Spirit leads. ദൈവവചനവുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുവാൻ ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു. We are really thankful to the Lord that He was so faithful unto us that we were been serving the word of God unto you online. ദൈവം ഞങ്ങൾക്ക് തികച്ചും വിശ്വസ്തനായിരുന്നു. ഇത്രയും നാളുകൾ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ദൈവവചനം പകർന്നു നൽകുവാൻ ദൈവം കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. And I have a personal joy that today that by the grace of God I am able to complete one more year in my lifetime. പാസ്റ്ററിന്റെ ജീവിതത്തിൽ ഇന്ന് ഒരു വർഷക്കാലം കൂടെ ഒരു ബർത്ത്ഡേയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ ദൈവം കൃപ തന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. So thank you CDC members, my family, my relatives, our well-wishers, all our friends who had wished me online, Facebook, WhatsApp. Thank you for watching us online. എല്ലാ വിശ്വാസ സമൂഹത്തിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്കും സ്നേഹിക്കുന്നവർക്കും എല്ലാ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. So this birthday is special as it is a lockdown birthday. ഒരു പക്ഷേ ഒരു ലോക്ക്ഡൗൺ ബർത്ത്ഡേ ആയിരുന്നു ഇത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. I think many of the people who celebrated birthday during this lockdown time, they really value, because this is the Lord's provision. We are enjoying the Lord's protection and the Lord has been faithful unto us so that we were able to complete one more year. ദൈവമക്കളെ, തീർച്ചയായും ഒരു വർഷം കൂടെ നമ്മൾ ദൈവസന്നിധിയിൽ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കാരണം തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തത മാത്രമാണ് ആരോഗ്യത്തോടെ ആയുസ്സോടുകൂടി നമ്മളെ ഒരുമിച്ച് കുടുംബമായി ആക്കി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതിൻ്റെ വിശ്വസ്തത ഒരു പക്ഷേ പലപ്പോഴും ഈ ഒരു സമയത്ത് കുടുംബമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. Let me tell you, people of God, as the scripture says that He is faithful even though we are unfaithful. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവമക്കളെ, നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവത്തിന്റെ വചനവും ദൈവവും നമുക്ക് വിശ്വസ്തനായിരിക്കുന്നു. In the book of Ecclesiastes it says that nothing is new under the sun. Everything is known unto the Lord. Nothing surprises our God. ദൈവത്തിന്റെ വചനത്തിൽ വീണ്ടും പറയുന്നു, കർത്താവിന് യാതൊന്നും അത്ഭുതകരമായിട്ട് സംഭവിക്കുന്നില്ല. കർത്താവിന്റെ കണ്ണിൽ യാതൊന്നും അത്ഭുതകരമല്ല. കർത്താവ് എല്ലാം അറിയുന്നു. ഭൂമിക്കടിയിൽ നടക്കുന്ന എല്ലാ കാര്യത്തെപ്പറ്റിയും കർത്താവ് വളരെയധികം അറിവുള്ളവനാണ്. Hence, let us turn to the word of God from Psalms 43 verse 4. The subject which the Lord has put in my heart is that building up altars for the Lord. നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കാം. സങ്കീർത്തനം 43-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. It says that then I will go to the altar of God, to God my joy and my delight. I will praise you with the harp, O God my God. 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ പീഠത്തെങ്കിലേക്ക് എന്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് ചെല്ലും. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. Oh, hallelujah. Hallelujah. I mean, every online viewers, we would like to encourage you. Are you ready to build up an altar for yourself, for your family, and wherever you are worshiping the Lord in spirit and in truth? ദൈവമക്കളെ, ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു, എൻകറേജ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണോ ദൈവവചനത്തോട് ചേർന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബമായിട്ട് ചേർന്ന്, അതുപോലെ തന്നെ ദൈവം നമ്മളെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു യാഗപീഠം പണിയുവാൻ തക്കണം നിങ്ങൾ ഓരോരുത്തരും ഒരുക്കമാണോ എന്ന്? I think many Christians would be familiar with the term of altar. At least if they are not much familiar with the biblical references, if we go and visit any churches, the churches would have a special sanctuaries, a special space that's been allocated which is known as the altar, and that is where pastors or priests, where they minister the word or the whole service is been specially categorized down. ഒരു പക്ഷേ പല വിശ്വാസികൾക്കും ദൈവവചനത്തിലുള്ള അത് എവിടേക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞുകൂടെങ്കിൽ പോലും യാഗപീഠം എന്ന വാക്ക് നമുക്ക് പലപ്പോഴും വളരെ അധികം പരിചിതമായിട്ടുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ നമ്മൾ സഭായോഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, ഒരു സെപ്പറേറ്റ് ചെയ്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം മാറ്റപ്പെട്ട് വെച്ചിട്ടുള്ളതായിരിക്കും. ഒരു അൾത്താര എന്ന് നമ്മൾ പറയുന്ന ട്രഡീഷണൽ ചർച്ചസിലൊക്കെ അൾത്താര എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു പക്ഷെങ്കിൽ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാർ അവിടെ നിന്നാണ് വചനം പറയുന്നതും നമ്മളത് കേൾക്കുന്നതും ഒക്കെ. അങ്ങനെ സെപ്പറേഷൻ ഉള്ള ഒരു ആൽത്താരയെ പറ്റി അല്ലെങ്കിൽ ഒരു യാഗപീഠത്തെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം. I have heard that some people have also commented that in churches we do not need a special place which is known as an altar. Such provision need not be provided in a church.
ഒരു പക്ഷേ ഇങ്ങനെയും ജനങ്ങൾ പറയാറുണ്ട്, നമുക്ക് ഒരു യാഗപീഠത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓൾട്ടറിന്റെ ആവശ്യം ഒരു സഭയിൽ ഇല്ല എന്ന് പറയുന്നവരും വിശ്വസിക്കുന്നതുമായ ഒരു സമൂഹവും ഉണ്ട്. One of our co-ministers in the Lord, Pastor Stephen, who is leading his church in Punjab, the Masika Gar. So he happened to share us a really challenging testimony. ഞങ്ങളോട് കൂടെ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ദൈവദാസനുണ്ട്, പഞ്ചാബിലായിരിക്കുന്ന പാസ്റ്റർ സ്റ്റീഫൻ എന്ന് പറയുന്ന അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്ത ഒരു സാക്ഷ്യം ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. You know, at his church, he has a special provision known as the altar space. So the lady who was assigned over there to clean the whole church, you know what happened? When one fine morning when she visited the church, she was there to clean the carpet that has been placed on that altar place. You know, that carpet was so heavy, she was trying for God's help. God actually sent someone to help me to do this carpet cleaning. You know what happened? Somehow she was filled with the power of God, and alone what happened? She alone had to take up that carpet and she cleansed it completely. She cleaned the carpet, and it was due to the power of God. And by that time she heard a voice of the Lord, and this happened during December, right? So during December, we ministers, myself, Pastor Sherry in Chennai and Pastor Stephen at Punjab, we were thinking, because the Lord has put in our heart that 2020 is an year to arise and shine. So when darkness completely covers the face of the world, you know what happened? God is encouraging his people to arise and shine. And at that point, this sister did not have any clue about what the message, the new year message is going to be. You know what happened? When she was in the altar, cleaning the altar, she heard a literal voice from heaven that go and tell your pastor that this is the time to arise and shine. Hallelujah. Really, let me tell you, this testimony has sent chills on our spine. Hallelujah. ദൈവമക്കളെ, ആ സാക്ഷ്യം ഇങ്ങനെയാണ്. അവിടെ ആ സഭയിൽ, പഞ്ചാബിലുള്ള ഈ സഭയിൽ അതുപോലെ തന്നെ ഒരു അൾത്താര അവിടെ ഉണ്ടായിരുന്നു. അവിടെ ക്ലീൻ ചെയ്യാൻ വന്നതായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ ചെന്നത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അൾത്താരയിൽ കിടന്നിരുന്ന കാർപ്പറ്റ് എടുത്ത് പൊക്കുവാൻ തൊക്കണം അവർക്ക് ആരോഗ്യമില്ലായിരുന്നു. അപ്പം അവർ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു സഹായം വേണമേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് അവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തി ലഭിക്കുകയും അവരോട് കൂടെ ചേർന്ന് അവർക്ക് അതോടുകൂടി ചേർന്ന് ആ കാർപ്പറ്റ് എടുത്ത് ക്ലീൻ ചെയ്ത് ഇടുവാനുമായിട്ട് അവർക്ക് സാധിച്ചു. അതിനോടൊപ്പം തന്നെ അവരിങ്ങനെ ഒരു ശബ്ദവും കേട്ടു. ഈ സംഭവം നടക്കുന്നത് ഡിസംബറിലാണ്, അതായത് ന്യൂ ഇയർ മെസ്സേജിന് തൊട്ട് മുന്നിലത്തെ ദിവസം നടക്കുന്ന സംഭവമാണ്. അപ്പം ആ സമയത്ത് ആ സ്ത്രീ ഇങ്ങനെ കേൾക്കുവാനായിട്ടിടയായി, ഈ പുതിയ വർഷം ദൈവത്തിൻ്റെ ആ ആഹ്വാനം ഇതാണ്, അല്ലെ കർത്താവ് പറഞ്ഞ സന്ദേശം ഇതാണ്, നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇരുൾ അടഞ്ഞു വരുന്ന ഈ ഭൂമിയിൽ, ഇരുൾ മൂടാൻ പോകുന്ന ഈ ഭൂമിയിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ പ്രകാശിക്കുവാനായി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു എന്നുള്ളൊരു സന്ദേശം ഈ പാവപ്പെട്ട സ്ത്രീ അത് കേൾക്കുവാനായിട്ടിടയായി. ഇവര് അതുപോലെ തന്നെ ആ സ്റ്റീഫൻ പാസ്റ്ററിനോട് എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഈ സാക്ഷ്യം കേട്ടപ്പോൾ നമ്മൾ തന്നെ കോരി ധരിച്ചു പോയി. കാരണം കർത്താവിന്റെ ശക്തി ആ ആൾത്താര വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ആ സമയത്ത് ദൈവം ആ സ്ത്രീയോട് സംസാരിച്ചത് കേട്ടപ്പോൾ നമുക്ക് പോലും അത്രയ്ക്ക് അതിനൊരു അത്ഭുതം തോന്നിപ്പോയി. So that is when we ourselves in our church, Christ Driven Church, we had set apart a place which is known as altar. We find it every means to make it consecrated, and we believe that the Lord, when we minister as the ministers of God, you know what happened? Yeshua will come down, because that is his place. An altar is a place where the divine meets the humanity. Amen, amen. അതിനുശേഷം ഞങ്ങളോടും ദൈവം അത് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു. ഒരു അൾത്താരയുടെ, ഒരു യാഗപീഠത്തിന്റെ ആവശ്യം ഒരു സഭയിൽ എന്താകുന്നു എന്നുള്ളത്. അതിനുശേഷം നമ്മളും ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങളുടെ ക്രൈസ്റ്റ് ഡ്രിവൻ ചർച്ചിലാണെങ്കിലും നമ്മൾ ആ സ്ഥലത്തെ വളരെയധികം വിശുദ്ധിയോടുകൂടി കാണുവാനും അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം പ്രഘോഷിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി വരുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ശുശ്രൂഷിപ്പാനും പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. Right now, most of us would be familiar when evangelists, powerful evangelists like Benny Hinn or Billy Graham, who had started to give altar calls. So when you hear an altar call, that is where people of God need to respond to the voice of God. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബെന്നി ഹിന്നെ പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ദൈവദാസന്മാർ അവരുടെ പ്രസംഗത്തിന് ശേഷം അവരൊരു ആഹ്വാനം കൊടുക്കാറുണ്ട്, ഒരു ഓൾട്ടർ കോൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. Amen. Hallelujah. So when you start reading Bible from the book of Genesis till Revelation, every person who had an encounter with the Lord, we can start from the story of Noah.
Noah built an altar, Abraham built an altar, Isaac built an altar, Jacob did, Moses did, Joshua did, all the judges did, kings like Saul and David. They have every people who had been closely associated with God. You cannot take the picture of altar out of their lives. Their lives have been encompassed. Their lives have been surrounded, hallelujah, with the centrality of altar, which has a special place in their lives. ദൈവമക്കളെ, നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ, നോഹയുടെ കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ ദൈവദാസന്മാരും ദൈവം അവരെ ഏൽപ്പിച്ച രീതിയിലുള്ള ഒരു യാഗപീഠം അവരുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലയിടങ്ങളിലും അവർ ചെയ്തിരുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. Yeah, so when you come to the book of Revelation, we are able to see the golden altar that's been placed in Revelation chapter 8 and onwards, even till the end books, right? The altar has a very special place. Let me ask you, dear brother, dear sister, do you have an altar which carries the presence of God, which carries that centeredness, that God-centeredness in your life? ദൈവമക്കളെ, നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ 8-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സ്വർണം കൊണ്ടുള്ള ഒരു യാഗപീഠത്തെ പറ്റി. ദൈവമക്കളെ, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു യാഗപീഠം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നുണ്ടോ? Let's turn to the word of God in the book of Exodus chapter 20 verses 24 to 26. I would like to point out that some of the instruction which Moses had said to Joshua and to other people of Israelites, which the Lord has commanded that you need to take care when you construct an altar, that these features needs to be considered. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവം പ്രത്യേകമായ ചില കൽപ്പനകൾ യാഗപീഠത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. All right, in chapter 20 verse 24 it says that you shall make an altar of earth for me, and you shall sacrifice on it your burnt offerings, your peace offerings, your sheep and your oxen. In every place where I cause my name to be remembered, I will come to you and bless you. ഹല്ലേലൂയ. 20-ന്റെ 24-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എനിക്ക് മണ്ണ് കൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. Here the Lord clearly instructed Moses and the people of Israelites, when you set up an altar, first of all, it should be made as a raw material. It should be from earth. It should be a raw stone. Nothing needs to be worked out on top of it. യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആദ്യം കൊടുത്ത ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഉപദേശം ഇങ്ങനെയായിരുന്നു, അത് മണ്ണ് കൊണ്ടുള്ള അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഭൂമിയിൽ നിന്ന് കാണപ്പെടുന്ന ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു യാഗപീഠം ആയിരിക്കണം. In 25 and 26 it says that if you are making an altar of stone for me, you shall not build out of cut stones, for if you yield your tool on it, you are going to defile it. And 26th verse, and you shall not go up by steps to my altar, so that your nakedness will not be exposed on it. 24-ലും 25-ലും 26-ലും ഇങ്ങനെ പറയുന്നു, കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. നിന്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. 26-ാമത്തെ വാക്യം വീണ്ടും ഇങ്ങനെ പറയുന്നു, എന്റെ യാഗപീഠത്തിൽ നിന്റെ നഗ്നത കാണാതിരിക്കുവാൻ നീ അതിന്മേൽ പടികളിലൂടെ കയറരുത്. So we will have to consider, when you are going to construct an altar for the Lord, first of all, it needs to be made out of earth, which means that it should be as humble as it is. It should be as low as it is. Nothing needs to be overworked. It needs to be considered as it is. It means that the Lord doesn't expect anything superficial from you. Some people, when you know what happened, when they are requested to do some open prayers or a public prayer, they start praying to the Lord in a special voice, or it could be long prayers trying to impress other people and probably quoting much scripture, and you get confused whether it was a sermon time or whether it was a prayer time, right? You try with a flowery language and no, that's not required. I just remember when a child was asked to pray, you know what happened when the whole family was sitting around and the child has been focused upon, and that child started to pray, the Lord is my shepherd. Enough.
That's it. Amen. Hallelujah. Nothing else you recur. The Lord is my shepherd. That prayer which had came forth from a humble heart, from the lips of a small child. Just remember how much the presence of the Lord can bring in. The presence of the Lord is not dependent upon your biblical knowledge or upon the number of words which you utter in the presence of God. ദൈവമക്കളെ, യാഗപീഠം ഉണ്ടാക്കുന്നതിനെ പറ്റി യഹോവ നമ്മളോട് പറയുന്ന സമയത്ത് ആദ്യമായി കൽപ്പിച്ചിട്ടുള്ളത് അത് മണ്ണിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മണ്ണിൽ നിന്ന് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, അല്ലെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം ഇങ്ങനെയാണ്: വളരെയധികം എളിമയോടുകൂടി വേണം നമ്മൾ അതിനെ ഉണ്ടാക്കുവാനായിട്ട്. അവിടെ നമുക്ക് പലപ്പോഴും അറിയാം, നമ്മളൊരു യാഗപീഠം, അല്ലെങ്കിൽ നമ്മളെ പലപ്പോഴും ദൈവം പലതിനും ആക്കി തീർക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സഭാ ആരാധനയിലോ മറ്റുള്ള സമയങ്ങളിലോ നമ്മളോട് എന്തെങ്കിലും ചെയ്യുവാനോ പ്രാർത്ഥിക്കുവാനോ പറയുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം, പല വ്യക്തികളായിരിക്കും, ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കാം, നമ്മൾ അതിന് ഭംഗി കൂട്ടുവാൻ വേണ്ടി പലപ്പോഴും പലതും ആഡ് ചെയ്ത്, പല വാക്യങ്ങൾ ആഡ് ചെയ്യുന്നു, പല മനോഹരമായ സെന്റൻസുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിൽ ഭയങ്കര മനോഹാരിത തോന്നിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. പാസ്റ്റർ ഷെയർ ചെയ്ത ഒരു അനുഭവം ഇങ്ങനെയായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിന്റെ കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനോട് കുടുംബാംഗങ്ങളെല്ലാം കൂടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത് ഇങ്ങനെയാണ്: യഹോവ എൻ്റെ ഇടയനാകുന്നു, മതി, അത് മാത്രം മതി, ആമേൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ആ കുഞ്ഞ് തരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് ആഗ്രഹിക്കുന്ന യാഗപീഠം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുന്നത് ആ എളിമയോടുകൂടി തന്നെയാണ്. Amen. And secondly, when you build an altar, you know what happened? You are honoring the name of the Lord, Yeshua. Hallelujah. Because you are constructing this altar in His name. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം, നമ്മൾ ഈ യാഗപീഠം ഉണ്ടാക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ ആണ് ഉയർത്തുന്നത്, അവന്റെ നാമത്തെ ആണ് നമ്മൾ ഉയർത്തുന്നത്. And thirdly, the Lord had said, when you remember His name, you know what happened? I will come to you and bless you. Amen. Hallelujah. The moment when you start building up an altar for the Lord, honoring His name, you know what happened? It will invite the presence of the living God. He will come down and bless you, bless your family, bless every sphere of your life. Amen. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ യാഗപീഠം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ എളിമയോടുകൂടി തുടങ്ങി അതിനുശേഷം കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ അത് പണിയുമ്പോൾ, കർത്താവ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യാഗപീഠം ഉയരുന്ന സ്ഥലത്തൊക്കെയും അവൻ ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ യേശുവയുടെ നാമത്തിലൊരു യാഗപീഠം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങൾ ഒരുക്കുന്ന ആ അവസരങ്ങളിലൊക്കെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. Nextly, he is saying that if you are using stones, then don't use any cut stone. Do not dress any stone. I don't want any iron tools to defile the stone. I do not want any handiwork of the man. Amen. Sometimes you know what happened? Believers fall into the trap by helping God. No, you need not help God. God doesn't need any of our handiwork. Amen. No man ever need to be boast in the presence of the Lord. Hallelujah. Because only He is the one, the slain Lamb of God, is worthy of all the honor and glory and power. Amen. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യാഗപീഠം ഉണ്ടാക്കുന്ന സമയത്ത് ചെത്തിയ കല്ലുകൊണ്ട് അത് ഉണ്ടാക്കുവാനായിട്ട് പാടില്ല. ആ കല്ല് ആയിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ യാഗപീഠത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, നമ്മൾ കർത്താവിനെ നമ്മൾ സഹായിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവാറുണ്ട്, അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഇടപെടുന്ന ദൈവിക മേഖലകൾ പലപ്പോഴും കർത്താവിനെ സഹായിക്കുന്ന രീതിയിൽ, നമ്മൾക്ക് പ്രശംസ കിട്ടുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ കർത്താവിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, അങ്ങനെയുള്ള യാതൊന്നിനും കർത്താവിന് യാതൊരു താല്പര്യവുമില്ല. Hallelujah. And on the 26th verse, it's a bit difficult to understand. He says that when you're building an altar, do not create any steps. I don't want any steps to come up to the altar, so when men climb up the steps, you know what happened? Their nakedness is exposed. So I don't want to expose your nakedness when you come to my altar. Really, let me tell you, God is so interested to cover your nakedness. Amen. Hallelujah. Whenever we come into the presence of the Lord, devil exposes your nakedness. Hey Rajiv, hey Sheila, you did not pray yesterday, you did not fast yesterday, you have been gone astray from the Lord, and the devil is trying to expose your weakness.
That's why when we ourselves, okay, in our churches or onto other believers, sometimes we tend to share unto them that during your testimony time, you do not want to make it so long and expose yourself. Make it short and glorify the name of the Lord. That's the Lord's commandment. When you come into His presence, I don't want your nakedness to be exposed. My job is to cover your nakedness. Hallelujah. Let me tell you, God is the greatest editor in your life. Hallelujah. He edits out every shortcoming. He edits out every weakness. He wants to present you as a faithful and as a strong warrior in Christ. Hallelujah. Hallelujah. വീണ്ടും ദൈവമക്കളെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ യാഗപീഠത്തിലേക്ക് വരുമ്പോൾ അവിടെ യാഗപീഠത്തിൽ പടികൾ ഉണ്ടാകുവാനായിട്ട് പാടില്ല. കാരണം അതിന്മേൽ കയറി വരുമ്പോൾ നമ്മുടെ നഗ്നത അവിടെ കാണരുത് എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം അതുകൊണ്ട് നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മുടെ നഗ്നത അല്ലെങ്കിൽ കർത്താവ് നമ്മളെ എക്സ്പോസ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിന് പകരം നമ്മുടെ കുറവുകളെ മറയ്ക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ രക്തത്താൽ നമ്മുടെ കുറവുകളെ അവൻ മറച്ചിരിക്കുന്നു. ഒരിക്കലും ദൈവത്തിന് വേണ്ടി നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു യാഗപീഠം ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അവൻ നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നിന്ദാപാത്രമാക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുന്നത് അവനെ നമ്മളെ ഓരോരുത്തരെയും അവന്റെ കരുതലിൽ കവർ ചെയ്യുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, പലപ്പോഴും ഞങ്ങളുടെ സഭയിലായിരിക്കുന്നവരോട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ദൈവനാമ മഹത്വത്തിനായി മാത്രം പറയുക. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ കുറവുകൾ, നമ്മൾ വീണുപോയ അവസ്ഥകളെല്ലാം മനുഷ്യരുടെ മുന്നിൽ പറയുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്ത നന്മ കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി മാത്രം പറയുക. പലപ്പോഴും അതെ, നമ്മളുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അത് വലുതാക്കി കാണിക്കുന്നതിലല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഒരാളുടെ മുന്നിൽ പറയുന്നതിൽ മാത്രമാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. Hallelujah. I mean, so starting from Noah till the book of Revelation, we don't have much time. I believe that if we are going to take the subject of altar, that it could be delivered as every series. So let's touch upon the altar that has been built by our patriarch, the father of faith, Abraham. ഞങ്ങളിപ്പോൾ നോഹ മുതൽ റെവലേഷൻ വരെയുള്ള, വെളിപാട് പുസ്തകം വരെയുള്ള യാഗപീഠങ്ങളെ പറ്റി ഞങ്ങളൊന്ന് എടുക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുവാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ അതിൽ ഒരേ ഒരു കാര്യത്തിൽ മാത്രം, ഒരേ ഒരു യാഗപീഠത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് അബ്രഹാം പണിത യാഗപീഠങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് ചെലുത്താം. Now let's turn to Genesis chapter 12, where the story of Abraham has been recorded, where he has been called out by the Lord for his divine purpose. Let us see the first altar which our father of faith Abraham had built on. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതായിട്ട് കാണുന്നത്. അവിടെ അബ്രഹാമിന്റെ ജീവിതത്തിലെ ആദ്യ യാഗപീഠത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ ചെലുത്താം. Amen. So chapter 12 verse 6, it says that Abraham passed through the land as far as the site of Shechem to the oak of Moreh. Now the Canaanite was then in the land. So he entered into that land of Canaan, and that's where he just happened to pass through the site of Shechem. The place name Shechem you have to note on. And 7th verse he says that the Lord appeared to Abraham and said, to your descendants I am going to give this land. So he built an altar there to the Lord who had appeared to him. Okay. ഇതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അബ്രഹാം ആ ദേശത്തുകൂടെ യാത്ര ചെയ്ത് ഷെഖേമിലെ മോരയിൽ കരുവേല വൃക്ഷത്തിന്റെ നിന്നിടത്ത് എത്തിച്ചേർന്നു. അക്കാലത്ത് ആ ദേശത്ത് കനാന്യർ പാർത്തിരുന്നു. അവിടെ ആ ദേശത്തൂടെ അബ്രഹാം യാത്ര ചെയ്യുകയും ആ സമയത്ത് അവിടെ കനാന്യർ പാർത്തിരുന്നതായിട്ട് പറയുന്നു. ഷെഖേം എന്ന സ്ഥലത്തുകൂടെയാണ് യാത്ര ചെയ്തു പോയത്. അവിടെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ ഈ ദേശം നിന്റെ സന്തതിക്ക് നൽകും എന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. Amen. Hallelujah. You know, Abraham had a habit. Wherever the Lord appeared, he built an altar for the Lord. അബ്രഹാമിന്റെ നല്ല ഒരു സ്വഭാവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എവിടെയൊക്കെ യഹോവ അവന് പ്രത്യക്ഷനായോ അവിടെയൊക്കെ അബ്രഹാം അവന്റെ ജീവിതത്തിൽ ഒരു യാഗപീഠം പണിയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. First of all, this is an altar of personal consecration. ദൈവമക്കളെ, ഒന്നാമതായിട്ട് പറയട്ടെ, ഈ യാഗപീഠം നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ മാറ്റുന്നതിന്റെ ഒരു ചിത്രമായി നമുക്ക് കാണാൻ സാധിക്കും. Amen. Hallelujah. So wherever the Lord has appeared, Abraham had a fond memory of the Lord. You know what happened? He will end up that dream or that vision with a construction of an altar in place.
അബ്രഹാമിന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ അവന്റെ സ്വപ്നങ്ങളിലോ അല്ലാതെ വിഷനുകളിലോ ഒക്കെ ദൈവം സംസാരിക്കുന്ന സമയങ്ങളിൽ അതൊക്കെ എത്തിച്ചേരുക അബ്രഹാം അവിടെ ഒക്കെ ദൈവത്തിനു വേണ്ടി ഒരു യാഗപീഠം ഉണ്ടാക്കുന്നതിലായിരിക്കും. You know, this place Shechem, it has a very significance when you are studying it in a geographical perspective. ഷെക്കേം എന്ന സ്ഥലം നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിന് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് പ്രാധാന്യമുള്ളതായിട്ട് കാണാൻ സാധിക്കും. So Shechem was a valley which stood in between two mountains, one mountain on the north and the other mountain on the south. The mountain on the north is known as the Mount Ebal, and the mountain on the south which was known as the Mount Gerizim. രണ്ട് മലകളുടെ നടുവിലുള്ള ഒരു താഴ്വാരമാണ് ഈ ഷെഖേം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് എബാൽ എന്ന് പറയുന്ന ഒരു പർവ്വതം. That mountain was placed onto the northern side. നോർത്തേൺ സൈഡിലുള്ളത് എബാൽ എന്ന് പറയുന്ന പർവ്വതവും ഇപ്പുറത്തെ സൈഡിലുള്ളത് to the south the Mount Gerizim. ഗർസിം എന്ന് പറഞ്ഞ ആ മലനിരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. You know, at the time of Moses, the Lord spoke to Moses from the book of Deuteronomy chapter 11 verse 26. The Lord says that, "Behold, I set you good and evil, blessing and curse in front of you, that you need to choose." ദൈവമക്കളെ, നമുക്ക് വീണ്ടും ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മോശയോട് യഹോവ പറഞ്ഞതായിട്ട്, ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. So the Israelites, they had two choices, whether they can choose blessing or whether they can choose the curse. If you're obeying the Lord, definitely blessings will follow you. But if you're going away from the Lord, if you're going to worship the foreign gods, you know what happened? You are going to invite curses from the presence of God. ഇസ്രായേൽ മക്കളോട് മോശയിലൂടെ ദൈവം കൊടുത്ത ഒരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഇത്. അവിടെ ഇങ്ങനെ പറയുന്നു, അനുഗ്രഹവും ശാപവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഫോറിൻ ഗോഡ്സിനെ, അന്യ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശാപം ഉണ്ടാവും. അതല്ല, ജീവനുള്ള യഹോവയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹവും ഉണ്ടാവും. And in the 29th verse, the Lord specifically says that in these two mountains, one on Mount Ebal, you will have to proclaim the curses of the Lord, and on Mount Gerizim, you will have to proclaim the blessings of the Lord. Amen. ഇവിടെ 29-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ പ്രവേശിപ്പിച്ച ശേഷം ഗെരിസേം മലയിൽ വെച്ച് അനുഗ്രഹവും എബാൽ മലയിൽ വെച്ച് ശാപവും പ്രസ്താവിക്കണം. Hallelujah. So you know what happened at the time of Joshua, when they entered into the promised land, he sent the priests from all these 12 tribes. Okay, he divided into two. Some priests were sent to Mount Ebal and the other priesthood were sent to Mount Gerizim. So whenever they proclaimed curses, they set their faces to Mount Ebal. They proclaimed the curses. There were 12 such number, that list of curses that had to be proclaimed. So whenever they say that blessed is the man who obeys the Lord, you know what happened? They will look forth towards the Mount Gerizim. So whenever they are going to say that cursed is the man, you know what happened? They will set their face towards Mount Ebal. ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് വീണ്ടും യോശുവ ഇസ്രായേൽ മക്കളുമായിട്ട് കനാൻ ദേശത്തേക്ക് കടങ്ങുന്ന സമയത്ത് അവിടെ അന്ന് പുരോഹിതന്മാരെ രണ്ടായി വേർതിരിച്ച് 12 വെച്ചിട്ടുള്ള രണ്ടായിട്ട് വേർതിരിച്ചതിന് ശേഷം അവർ അനുഗ്രഹവും, ഒരു കൂട്ടർ അനുഗ്രഹവും മറ്റൊരു കൂട്ടർ ശാപവും പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവർ അനുഗ്രഹം പറയുന്ന സമയത്ത് അവര് ഗെർസേം മലയിലേക്ക് നോക്കുകയും അവർ ശാപം പറയുന്ന സമയത്ത് എബാൽ എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. So when you come to the New Testament, Mount Ebal, the mountain of curse, you know, that could be replaced with Mount Calvary. Hallelujah. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, എബാൽ എന്ന് പറഞ്ഞ മല പഴയ നിയമത്തിൽ ഒരു ശാപത്തിന്റെ ഒരു പർവ്വതമായിരുന്നു, ശപിക്കപ്പെട്ട പർവ്വതമാണെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും കാൽവറി ക്രൂശ് ഒരു ശാപത്തിന്റെ ആ ഒരു പ്രതീകമായിട്ട് അവിടെ ഉയർന്നു വന്നപ്പോൾ, and that was the place that on the Mount Calvary our Lord Yeshua, Lord Jesus Christ, bore upon the full sin, the whole sin of the world. He the sickness, the curses, every rejection, every curses had been put forth upon him on that Mount Calvary, and which we can see in the Old Testament, which stood for Mount Ebal. പഴയ നിയമത്തിൽ ഈ എബാൽ എന്ന പർവ്വതത്തെ കാണിക്കുന്നത് പോലെ തന്നെ പുതിയ നിയമത്തിൽ ആ കാൽവറി ക്രൂശില്ല, കാൽവറിയുടെ മലയിൽ വെച്ചിട്ട് ആ കുന്നിൻ മുകളിൽ വെച്ചിട്ട്
കർത്താവ് ഈ ലോകത്തിന്റെ മുഴുവൻ ശാപത്തെയും വഹിച്ച് ആ ശാപമായി മാറിയ ഒരു അവസ്ഥ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. So Mount Gerizim in New Testament we can replace it with Mount Olives. That is the place where our Lord spent his good time, and at the point of his post-resurrection, you know what happened? That was the place where he chose among the disciples that he needs to go back to heaven. Hallelujah. That he got resurrected. He was ascended to heaven on Mount Olives. ഗെറിസിം മലയെ നമുക്ക് വീണ്ടും പുതിയ നിയമത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. മൗണ്ട് ഒലിവ് മലയിൽ വെച്ചിട്ട് കർത്താവ് തന്റെ സമയം അവിടെ ചെലവഴിക്കുകയും അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു പുനരുത്ഥാനത്തിന്റെ സമയം ആ ഒലിവ് മലയിൽ നിന്ന് കയറി പോകുന്നതായിട്ട് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Hallelujah. On last Sunday we discussed about the promises of God. You know, we were discussing about the presence of the Lord. So in the book of Ezekiel chapter 9 it says that the glory of the Lord slowly departed from the threshold. In Ezekiel chapter 9 it says that in the midst of the cherubims the glory moved unto the threshold. Then on to the next chapter 10 we find that the glory moved unto the eastern gate, and in the 11th chapter we are able to see the glory moved away to upon Mount Olives, and from there the cloud of glory departed, and it never came back. നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കേട്ട വചനത്തിൽ ഇങ്ങനെയായിരുന്നു, ദൈവിക സാന്നിധ്യം ആരാധനാലയത്തിൽ നിന്ന് ആ ഉമ്മറപ്പടിയിൽ നിന്ന് എസെക്കേൽ 9, 10, 11 അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഉമ്മറപ്പടിയിൽ നിന്ന് അത് കിഴക്കേ വാതിലിലേക്ക് വരികയും കിഴക്കേ വാതിലിൽ നിന്ന് ഒലിവ് മലയിലേക്ക് പോവുകയും ഒലിവ് മലയിൽ നിന്ന് അത് വീണ്ടും ഒരിക്കലും വരാതെ വണ്ണം അതങ്ങ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കാനായിട്ട് സാധിച്ചു. നമുക്ക് പുതിയ നിയമത്തിലും ഇത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒലിവ് മലയിൽ നിന്നാണ് കർത്താവ് പുനരുദ്ധാനം ചെയ്തു പോയത്. That is why the prophet Zechariah prophesied in Zechariah chapter 14 verse 4. It says that the Messiah will come back. Hallelujah. His feet is going to touch the Mount Olive, the glory which had departed from us, and that glory is going to come back. Amen. Hallelujah. What an encouraging mystery is this. The glory is going to come back. On the same mountain which the Lord had ascended, the angel said unto the disciples that you are going to see him, with your own eyes, that the one who has gone back to heaven, hallelujah, he is going to come back again. Hallelujah. സെഖര്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പ്രവാചകൻ പറയുന്നു, കർത്താവിന്റെ പാദം, ആ മശിഹായുടെ പാദം ഒലിവ് മലയിൽ തന്നെ മടങ്ങി വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, ആ നഷ്ടപ്പെട്ടു പോയ ദൈവിക സാന്നിധ്യം നമ്മൾ പഴയ നിയമത്തിൽ കണ്ടതുപോലെ ആ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് വെച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ കർത്താവിന്റെ മടങ്ങി വരവിനുള്ള അതും അവിടെ തന്നെ ഒരുക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, എത്രയോ മനോഹരമായ ഒരു അവസ്ഥ, എത്രയോ മനോഹരമായ ഒരു അവസ്ഥ, ദൈവിക സാന്നിധ്യത്തിന്റെ മടങ്ങി വരവാണ് ഇവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. Hallelujah. And you know, Shechem was the same place when Jacob also built up an altar for the Lord. You know what happened at that point of time? Jacob said unto his household that you will have to bring forth every hidden idols, let us bury it under an oak tree. And this place, Shechem, had a very special place in the people of Israelites' life, and that is where you will have to hide out, where you will have to bring out your hidden idols in the presence of God. ഷെഖേമിന് ഇതിലും കൂടുതൽ പ്രാധാന്യം നമുക്ക് വീണ്ടും പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. യാക്കോബ് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുകയും അവിടെ ഇസ്രായേൽ മക്കളോട് പറയുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രതിമകളും, നിങ്ങൾ അന്യദേവന്റെ എല്ലാ പ്രതിമകളും അവിടെ കൊണ്ട് ഇടുവാൻ വേണ്ടി പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത പലതും അവിടെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ട് നമ്മൾ കുഴിച്ചിടേണ്ട ആവശ്യത്തെ പറ്റിയിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. Yes, first of all, this is an altar of personal consecration. ഒന്നാമതായിട്ട് ഞങ്ങൾ പറയട്ടെ, നമ്മുടെ സ്വയം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റപ്പെടലിന്റെ, ഒരു സെപ്പറേഷന്റെ ഒരു യാഗപീഠമാണ് ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത്. Let us see the second altar which our patriarch, the father of faith, Abraham, had built on. Genesis 12 verse 8. It says that then he proceeded from there to the mountain on the east of Bethel and pitched his tent with Bethel on the west and Ai on the east. There he built an altar to the Lord and called upon the name of the Lord. Let me tell you, secondly, you need to build an altar of family worship.
ആമേൻ. വീണ്ടും നമുക്ക് ഉൽപ്പത്തി 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അവിടെ നിന്ന് ബെഥേലിന് കിഴക്കുള്ള ഒരു മലയിലേക്ക് പോയി അവിടെ കൂടാരം അടിച്ചു. അതിന് കിഴക്ക് പടിഞ്ഞാറ് ബെഥേലും കിഴക്ക് ഹായിയുമായിരുന്നു. അവൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ കാണുവാനായിരുന്നു സാധിക്കുന്നത് ഒരു കുടുംബമായിട്ട് പണിയുന്ന ഒരു യാഗപീഠത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. Definitely this altar should take place in your life unless and until you have the first altar in your life. ദൈവമക്കളെ, തീർച്ചയായും ഇത് നിങ്ങളുടെ ഈ യാഗപീഠം, ഈ കുടുംബമായി ഉള്ള യാഗപീഠം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയമായി ഇൻഡിവിജ്വലായി നിങ്ങൾക്കൊരു യാഗപീഠം ഉണ്ടാകുമ്പോൾ മാത്രമാണ് കുടുംബമായി നമുക്കൊരു യാഗപീഠം ഉണ്ടായിത്തീരുന്നത്. Sadly, many of the believers have a personal altar, but they do not have a family altar. വളരെ സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും പല വിശ്വാസികൾക്കും അവരുടെ പേഴ്സണൽ, അവർക്ക് സ്വയമായി ദൈവവുമായിട്ടൊരു ബന്ധം കാണും, അവർ സ്വയമായി ദൈവവുമായിട്ടൊരു യാഗപീഠം ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ കുടുംബമായി പലപ്പോഴും പലരും ഒരു യാഗപീഠത്തിലേക്ക് വരുവാൻ ഒരുക്കപ്പെടുന്നില്ല. We know that many believers, it could be only husbands or it could be only wives, who come in worshiping the Lord, but their partners are not along with them. പലപ്പോഴും വിശ്വാസത്തിലേക്ക് ഒരുപക്ഷെങ്കിൽ ഭാര്യയോ ഭർത്താവോ മാത്രമായിരിക്കും വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളത്. മറ്റൊരു വ്യക്തി ഒരുപക്ഷെങ്കിൽ ആരാധനയിൽ വരുന്നവരായിരിക്കണമെന്നില്ല. And some people have gone to that much extreme that they always condemn their unsaved husband, they always condemn their unsaved wife, and let me tell you, they are the main blockage for their spouses to come and being saved. പലപ്പോഴും നമുക്ക് ഇങ്ങനെ പോലും കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തിൽ വന്നിട്ടുള്ള ഭാര്യയോ ഭർത്താവോ അവിശ്വാസിയായിരിക്കുന്ന ഭാര്യയോ ഭർത്താവിനെയോ കുറ്റം പറയുന്ന ഒരു സ്വഭാവം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി തീരുവാനായിട്ട് ഇടയായി തീരാറുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഈ ഒരു സ്വഭാവമാണ്, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവമാണ് ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവിനെയോ സഹോദരങ്ങളെയോ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു തടസ്സമായി നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. That is why in the book of Bible it says that church itself is known as the family of God. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത് സഭ എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ കുടുംബം ആകുന്നു. Let's read from Hebrews chapter 10 verse 25. From the book of Hebrews chapter 10 verse 25, it says that the Lord has given a specific instruction to the believers that you should not halt what common or congregational form of worship, that you need to worship the Lord as a church. എബ്രായ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ പരസ്പരം പ്രബോധിപ്പിക്കാം. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകും. Oh, hallelujah. Amen. Hallelujah. It says that some people has the habit of forsaking assembling together. You know that has some people has the habit. Okay, if it's been a Sunday, they don't have much other programs. You know what happened? Somehow young children have been insisted to attend Sunday services. Even though big adults also, they tend to think that what will pastors think about us, what will the elders think about us. Okay, so definitely they will think that we have gone into a backslidden life, and somehow they present themselves but they do not be connected to the Lord inside their heart. പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, വിശ്വാസ സമൂഹത്തിൽ തന്നെ പലപ്പോഴും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികൾ ആരാധനകളിലേക്ക് വരുന്നവരായിരിക്കും. പങ്കെടുക്കുന്ന സമയത്ത് പോലും ഒരു പക്ഷെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റർ അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവദാസൻ എന്ത് വിചാരിക്കും ഞാൻ വന്നില്ലെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് മാത്രമായിരിക്കും ചിലപ്പോൾ പലപ്പോഴും പലരും വന്ന് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നത്. അവർക്ക് ഒരു ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അവരുടെ ജീവിതത്തിൽ പലപ്പോഴും കാണാറില്ല. During this lockdown time, every people who are sitting from home, you are personally challenged. This is the time where you need to set up an altar for your family and for your personal life, because no one from the outside world is going to monitor you. So here you do not have any opportunities to impress your pastor, but let me tell you, this is the time to impress your God, your living God. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ചലഞ്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നമ്മൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ പാസ്റ്ററിനെയോ നമ്മുടെ സഭായോഗങ്ങളിൽ
വന്ന് അവിടെ പോയി അറ്റൻഡ് ചെയ്ത് ആരെയും നമുക്ക് പ്രീതിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സമയത്താണ് കുടുംബമായി നമ്മളൊരു യാഗപീഠം ഉണ്ടാക്കി ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട സമയം. ഇപ്പോൾ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തോട് മാത്രമാകുന്നു. Amen. And when you look into the life of our patriarch Abraham, he also committed a slight backslidden in his life. You know what happened? After building up this altar, which was in between Bethel and Ai, he went back to Egypt. He went to Egypt because at that point of time, Abraham and his people faced a severe famine. And during that severe famine, he was so worried about his cattle. He was not worried about what the Lord will be thinking about me. He thought that Pharaoh, who is the ruler in Egypt, will provide us. He is able to sustain my cattle. So in order to have blessings from Pharaoh or covering from Pharaoh, Abraham and his whole household, even including Lot, they all traveled to the land of Egypt. ഇവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കിയതിന് ശേഷം ഈ സ്ഥലത്ത് നിന്ന് അബ്രഹാം പോലും ഒന്ന് വഴി മാറിപ്പോയി ഒരു പിന്മാറ്റത്തിലായി പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാം എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ആ സ്ഥലത്ത് അവിടെ ഒരു ക്ഷാമം ഉണ്ടായ സമയത്ത് അബ്രഹാം നോക്കിയത് ഒരു പക്ഷെങ്കിൽ മിസ്രൈം രാജാവായ ഫറവോന്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഫറവോൻ എന്നെ നോക്കുമായിരിക്കും, എനിക്കുള്ള കന്നുകാലികളെ നോക്കുമായിരിക്കും, അവയ്ക്ക് വരുന്ന പട്ടിണിയോ പ്രയാസങ്ങളോ വേണ്ടിയിട്ട് അബ്രഹാം വളരെയധികം ചിന്താകുലനാകുകയും അബ്രഹാം ആ രീതിയിൽ മിസ്രൈമിലേക്ക് ഒരു മടക്ക യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. You know, in Genesis chapter 12 verses 10 to 20, the time when Abraham, Sarah and the whole family members spent at Egypt, at that point of time there was not any single altar that had been built by Abraham. Very significant factor. ദൈവമക്കളെ, ഈ 12-ാം അധ്യായത്തിൽ തന്നെ അവര് ഈജിപ്തിൽ ഫറവോന്റെ കീഴിൽ ആയിരിക്കുന്ന സമയത്ത്, അവിടെ ആയിരിക്കുന്ന സമയത്തുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അബ്രഹാമോ അദ്ദേഹത്തിന്റെ കുടുംബമോ യാതൊരു രീതിയിലുള്ള ഒരു യാഗപീഠവും ആ സമയത്തൊന്നും പണിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. So many believers, when they come and receive the blessing of God, you know what happened? They will become so overconfident that they will think that wherever we go, we are going to carry the presence of God. And finally, Pharaoh had to send back Abraham. He had to come back empty-handedly. And you know what happened? Abraham returned back to the point, to the place of Bethel, the place where he built back the earlier altar. Hallelujah. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഇങ്ങനെയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൽ ചില യാഗപീഠങ്ങൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് നമ്മളും പലപ്പോഴും ആവശ്യമില്ലാത്തൊരു വിശ്വാസം നമ്മളിൽ കയറി വരാറുണ്ട്, ആവശ്യമില്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് വരാറുണ്ട്. ഞാനിനി എവിടെ പോയാലും ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ കാണും എന്നുള്ളത്. അത് പലപ്പോഴും തെറ്റാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കർത്താവ് ആക്കിയിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ യഹോവ ആക്കിയ അവസ്ഥയിൽ നിന്ന് അബ്രഹാം മാറ്റപ്പെട്ട് മിസ്രൈമിലേക്ക് ചെന്ന സമയത്ത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു യാഗപീഠം പോലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഫറവോൻ അവിടെ നിന്ന് യാതൊന്നും നൽകാതെ തന്നെ അവരെ മടക്കി അയക്കുന്ന ഒരു അവസ്ഥയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. Never think that the power of dollars or the power of euro or the stock markets are going to sustain you. No, if you are thinking your company or your job or your career is going to sustain you, let me tell you, brothers and sisters, you are going to get disheartened. It is the power of the Lord. If you depend upon God, let me tell you, He will carry you. He will be faithful even in the midst of this lockdown, even in the midst of all these challenges. Let me tell you, come back to the point of the altar. Come back to your first love. And this is the time to revisit your old altars that you had set for the Lord. You have to revisit your priorities. ദൈവമക്കളെ, വീണ്ടും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നമ്മൾ ചിലപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ പണത്തിലായിരിക്കും, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും, നമ്മളിൽ ഉള്ള പലതിലും നമ്മൾ ആശ്രയിക്കുന്നുണ്ടാകും. പക്ഷേങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ലോക്ക്ഡൗണിൽ നമ്മൾ പ്രയാസത്തിൽ ബുദ്ധിമുട്ടുകളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ നയിക്കുന്നത്. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിങ്ങളെ പരിപാലിക്കുവാൻ തക്കണം, നിങ്ങളെ കരുതുവാൻ തക്കണം കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം നിങ്ങൾ ഉണ്ടായിരിക്കണം. അബ്രഹാം മടങ്ങി വന്ന് ബെഥേലിലേക്ക് വന്ന് അവൻ എവിടെ യാഗപീഠം പണിതോ അവിടെ വരെ വരേണ്ടി വന്നതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലും ആ മടങ്ങി വരവിന്റെ ആവശ്യത്തെ പറ്റി നിങ്ങൾ തീർച്ചയായും ഒന്ന് ചിന്തിക്കണം. So when Abraham came back to Bethel, you know what happened? Lot separated from him. So there are some unwanted lots in your life, amen, where you will have to detach from them and start worshipping the true God. നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും, അബ്രഹാം മടങ്ങി ബെഥേലിലേക്ക് വന്ന സമയത്ത് തന്നെ
ലോത്ത് അവനെ വിട്ടുപോയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ആവശ്യമില്ലാത്ത ചില ലോത്തുമാരെ നമ്മളും പലപ്പോഴും വഹിച്ചുകൊണ്ട് നടക്കാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ വിട്ടുകൊടുക്കേണ്ടത് അല്ലെങ്കിൽ വിട്ടു മാറേണ്ടതിന്റെ ആവശ്യം വളരെയധികം നമ്മുടെ ജീവിതത്തിലുണ്ട്. Now let us look unto the final altar which Abraham had set. It's in recorded, it's a much famous story about sacrificing his own son, his own promised son. Genesis 22 verse 9, where we are able to see that Abraham built an altar there and placed the wood in order, and he bound Isaac his son and laid him on the altar upon the wood. Hallelujah. Let me tell you, this was an altar of higher worship. Hallelujah. Let me tell you, most of the believers will never come up to this level. Hallelujah. If you think, don't get me in a wrong sense, because they are much happy having a personal altar. They are much happy having a family altar. They are much happy in a ministerial altar. But this is a supreme test. If you want to come up to build this altar, let me tell you, this altar is the place where you need to prove your faith and your trust and your every dependability on the Lord. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവൻ എത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു യാഗപീഠം പണിതു, അതിന്മേൽ വിറക് അടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ ബന്ധിച്ച് യാഗപീഠത്തിൽ വിറകിന്മേൽ കിടത്തി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ കാണാൻ പറ്റുന്ന യാഗപീഠം എന്ന് പറയുന്നത് ആരാധനയുടെ ഒരു ഉന്നത അവസ്ഥയിലുള്ള യാഗപീഠത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ യാഗപീഠത്തിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള യാഗപീഠങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞതുപോലെ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഒരു പേഴ്സണൽ, നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ യാഗപീഠങ്ങൾ കാണും, കുടുംബത്തിൻ്റെതായ യാഗപീഠങ്ങൾ കാണും, ചിലപ്പോൾ മിനിസ്ട്രിയുടേതായ യാഗപീഠങ്ങൾ പോലും നമ്മുടെ ജീവിതങ്ങളിൽ കാണാം. എങ്കിൽ പോലും ഈ രീതിയിൽ ഒരു ഉന്നത ആരാധനയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാം സകലതിനും, അവന്റെ സകല ആശ്രയവും സകല പ്രതീക്ഷയും സകലതും കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ട് യാഗപീഠം അർപ്പിക്കുന്നതായിട്ട്, യാഗപീഠത്തിലേക്ക് അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലേക്ക് വരുന്നവർ ഒരുപക്ഷെ വിശ്വാസ സമൂഹത്തിൽ ഇന്ന് വളരെ കുറവാണ്. Hallelujah. Those are the overcomers. Hallelujah. Those are the minority among the believers who can make it, who can build this altar, the altar of supreme blessing. You know what happened when the Lord spoke into the heart of Abraham? Abraham, the one whom you love the most, your son, I want him to be on that altar. Let me ask you, believers, let me ask you, dear brother and dear sister, if something which the Lord asks you, the thing which you love the most, the person whom you love the most, are you able to keep him or her, the thing which you love the most, upon that altar for the glory of God? ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് ഇങ്ങനെ അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു, നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ യാഗമായിട്ട് അർപ്പിക്കുക. ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ന് നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നുവെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൽ ചിലത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി, അത് ഒരു ആരുമായിക്കോട്ടെ, ഏത് വ്യക്തിയുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് കർത്താവിന്റെ യാഗപീഠത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു യാഗമായി, അതിനെ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് യാഗപീഠമായി അർപ്പിക്കുവാൻ സാധിക്കുമോ? You know, Abraham had strong faith in the Lord, because the Lord has spoken unto me that through my son Isaac he is going to bless all my offspring. That is why when we come to the book of Hebrews, we are able to understand the heartbeat of Abraham. He knew that the Lord, even though the Lord may kill my son Isaac, he is able to raise him up from the dead. Hallelujah. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും അബ്രഹാമിന്റെ മാറ്റമില്ലാത്ത ആശ്രയവും വിശ്വാസവും യഹോവയിലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്റെ ഏകജാതനായ പുത്രനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവൻ മരണപ്പെട്ടു പോയാൽ പോലും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ഈ കർത്താവ് എന്നുള്ള വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രായ പുസ്തകത്തിൽ വിശ്വാസികളുടെ സമൂഹത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് അബ്രഹാമിനെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര അധികം വിശ്വാസത്തോടുകൂടി അബ്രഹാം ആയിരുന്നത് പോലെ ആ ഒരു വിശ്വാസത്തിന്റെ അളവ് ഇന്ന് നമുക്കും ആവശ്യമാണ്. You know, during such a challenging time, still Abraham managed to build up an altar.
Amen. People of God, I know that the challenges during this lockdown time, many of us have lost their jobs, many of us are facing such severe sickness, such time of rejection. Let me tell you, hallelujah, if you are able to still, if you are managing to build an altar for the Lord, let me tell you, this is the time where you are going to prove your first love for the Lord. This is the time for yours that you are going to prove your faith and your trust in God, and He is faithful to raise up the thing which you have offered upon that altar. God is faithful. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഒരു സമയത്ത് ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്ന പലരും നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, പലവിധമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ സഹിക്കുന്നുണ്ടാവും. എങ്കിലും ദൈവമക്കളെ, ഞങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ഇതുപോലെ അബ്രഹാം ഏൽപ്പിച്ചതുപോലെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആ മാക്സിമം ലെവൽ ഒരു യാഗപീഠം ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഏൽപ്പിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കുവാനായിട്ട് പോകുന്നു. The best investment is not upon stock market but investing in God. ഹല്ലേലൂയ. നിങ്ങൾ ആശ്രയിക്കേണ്ടത്, നിങ്ങൾ വിശ്വാസം അർപ്പിക്കേണ്ടത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിലല്ല, അത് കർത്താവിലാകുന്നു. The moment when Abraham offered Isaac, you know what happened? The angel of the Lord appeared unto Abraham and said, "You have not held back your son. Henceforth, God is going to multiply you. God is going to bless your generation like the stars in the heaven, like the sand on the seashore," right? He is going to bless you immensely. People of God, the moment when you surrender, the moment you are able to sacrifice for the Lord, the moment when you honor His name, let me tell you, the Lord's presence is going to come upon you. Hallelujah. Your generations are going to be blessed by the power in the name of Yeshua, and your children will come and honor the living God. Hallelujah. The moment when Abraham came back to Bethel, you know what happened? His own grandson had great revelation at Bethel. Your grandchildren are going to have greater revelation of God. When you stand for the Lord, you know what happened? You are going to set up the finest role model for your generations. Your young children, your grandchildren, your grandchildren should be able to know that we had a grandfather who was faithful to follow in the footsteps of our Lord Yeshua. Hallelujah. And we are here to be known and to serve the Lord of Abraham, Isaac and Jacob. Hallelujah. ഹല്ലേലൂയ. ദൈവമക്കളെ, അബ്രഹാം ആ യാഗപീഠത്തിൽ ഇസഹാക്കിനെ അർപ്പിച്ച ആ സമയത്ത് തന്നെ അബ്രഹാമിന് വന്ന ദൈവശബ്ദം ഇതായിരുന്നു. അബ്രഹാം പിടിച്ചു വെക്കാതെ തൻ്റെ മകനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചത് കൊടുത്തത് കൊണ്ട് തന്നെ കർത്താവ് അവനെ അനുഗ്രഹിക്കും, അവൻ്റെ സന്തതികളെ അനുഗ്രഹിക്കും എന്നുള്ള രീതിയിൽ ഒരു വാഗ്ദത്തം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് യാക്കോബിന് പോലും ആ ബഥേലിൽ വെച്ചിട്ടാണ് ആ ദൈവിക സന്ദർശനം ഉണ്ടായത്. ആ കൊച്ചുമക്കളുടെ തലമുറയിലും ആ സന്ദർശനം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീടുള്ള തലമുറകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ദൈവം അവരെ അനുഗ്രഹിച്ച വഴികളെ പറ്റി. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് യാഗപീഠമായി കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾക്ക് ബലപ്പെട്ടതെന്തോ, കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നതെന്തോ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ തലമുറകളോളം ആ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. കർത്താവ് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ തലമുറകളിലേക്കും ആ അനുഗ്രഹം പകർന്നു നൽകുന്നത് നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ആ കൊച്ചുമക്കൾ, മറ്റുള്ള തലമുറകൾ താഴേക്കുള്ളവർ, അവർ പോലും ഒരു പക്ഷെങ്കിൽ പറയാം ഞങ്ങളുടെ അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി, ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അവർ വിശ്വാസത്തിൽ നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്കും ഈ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് പോകുന്നത്. നിങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുക. Amen. Hallelujah. In this particular chapter, Abraham is a type of the Father in heaven. Isaac represents our Lord Yeshua, Jesus Christ, who has been the obedient son, who became obedient to the will of the Father in heaven. നമുക്ക് മറ്റൊരർത്ഥത്തിൽ ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും, അബ്രഹാം എന്ന് പറയുന്നത് പിതാവായ യഹോവയെ കാണിക്കുന്നു. അതേപോലെ തന്നെ ഐസക് എന്ന് പറയുന്നത്, ഇസഹാക്ക് എന്ന് പറയുന്നത് യേശു, വളരെ അനുസരണമുള്ള മകനായ യേശുവിനെ കാണിക്കുന്നു. The Father had sent His own begotten Son. He has not held back anything else in order to bless you. Hallelujah. People of God, our Father in heaven has been so loving that He was able to give everything from heaven. There is nothing much costlier than the life of His own begotten Son, Lord Yeshua. ഹല്ലേലൂയ. ദൈവമക്കളെ,
പിതാവായ ദൈവം തൻ്റെതായി ഒന്നും പിടിച്ചു വെക്കാതെ Praise the Lord. നമ്മൾക്ക് വേണ്ടി സ്വന്തം പുത്രനായ യേശുവായ നമുക്ക് വേണ്ടി തന്നപ്പോൾ നമ്മൾ ഓർക്കുക, കർത്താവ് നമുക്ക് വേണ്ടി വേണ്ടുന്നത് എല്ലാം ഒരുക്കി കഴിഞ്ഞു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവൻ നമുക്ക് വേണ്ടി കരുതി വെച്ച് കഴിഞ്ഞു. So today the altar is Him, Lord Jesus Christ. ഇന്ന് നമ്മുടെ യാഗപീഠം എന്ന് പറയുന്നത് യേശുവായാണ്, യേശു ക്രിസ്തുവാണ്. Hallelujah. Today let me tell you, people of God, let your heart become your prayer room. Let your humble heart become the place of the Lord's altar. Hallelujah. Let your heart become an altar of incense where the praises and the prayers are going up and down for the Lord's glory. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ ഒരു യാഗപീഠമായി മാറട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ കർത്താവിന്റെ ആ മുഖത്ത് സൗരഭ്യവാസനയുള്ളതായി തീരട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ഒരു യാഗപീഠമായി ഒരുക്കപ്പെടട്ടെ. Shall we pray? Thank you, Lord, for giving us this wonderful privilege to minister unto your people. ദൈവമേ, കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ നിന്റെ സഹോദരങ്ങളോട് പ്രാർത്ഥിക്കുവാനും ദൈവവചനം ഷെയർ ചെയ്യാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. Father, we have understood the importance of having an altar in our life, Lord. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഗപീഠം പണിയേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി കർത്താവെ നീ ഞങ്ങൾക്ക് വെളിവാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Father, we understand the mystery behind the altar, that you had sent forth your own Son, your obedient Son, your own begotten Son for our sake, Lord. കർത്താവെ, ആ യാഗപീഠത്തിന്റെ ആ ഒരു മർമ്മം, ആ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പക്ഷേ നിന്റെ ഏകജാതനായ പുത്രനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു യാഗമായി നീ നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Now it's our turn to respond back at this altar, Father, that we are giving ourselves without any measure to your purpose to meet your glory, Lord. അപ്പൊ പിതാവെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പാ, ഇനിയും ഞങ്ങളുടെ തവണയാണ്. ഞങ്ങളാണല്ലോ നിന്നോട് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങളെ തന്നെ സകലതും വെടിഞ്ഞ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനായിട്ട് ഞങ്ങളെ ആക്കി തീർക്കുന്നു. Father, we are praying for every people who are watching us online. Let them have a personal altar. Let them have a family altar, because we understand that family altar can alter their family. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്ന പക്ഷേ ഞങ്ങളെ കാണുന്ന ഓരോരുത്തരും, ഓൺലൈൻ കാണുന്ന ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ ഓൾട്ടർ ഉണ്ടാവട്ടെ. അവരുടെ കുടുംബ ജീവിതങ്ങളിൽ ഒരു യാഗപീഠം പണിയട്ടെ. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു അവരൊരു കുടുംബത്തിൽ ദൈവമേ ഒരു യാഗപീഠം പണിയുന്ന സമയത്ത് ദൈവമേ അതിൻ്റെതായ ശക്തി അവരുടെ കുടുംബ ജീവിതങ്ങളിൽ വ്യാപരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Finally, Father, give us the grace to become overcomers in our life, Lord. Overcomers in our spiritual life, so that we are able to set up that altar of supreme higher worship. Amen. ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങളെ ഒരു ജയാളിയാക്കി മാറ്റണം അപ്പ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഉന്നത ആരാധനയിലേക്ക് ഞങ്ങൾ എത്തത്തക്ക രീതിയിൽ ഒരു യാഗപീഠം ഞങ്ങളുടെ ജീവിതത്തിൽ പണിയുവാൻ തക്കണം. കർത്താവേ, നീ ഞങ്ങളെ ഒരു ജയാളികളായിട്ട് നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Bless us all in full measure, in the mighty name of Yeshua we ask. Amen. Amen. Hallelujah. God bless you.